രണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ പറയട്ടെ, വ്യത്യസ്തങ്ങളായ രണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ. ഒന്ന് ഇലക്ഷൻ, മറ്റൊന്ന് സെലക്ഷൻ. ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ മുന്നിലെത്താറുള്ളതാണ്. ഇലക്ഷനും സെലക്ഷനും നമ്മൾ ചെയ്യാറുമുള്ളതാണ്. ഇലക്ഷനും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? വളരെ എളുപ്പമാണ് അത് മനസ്സിലാക്കാനായിട്ട്. ഇലക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ എലക്ട് ചെയ്യുക വ്യക്തികളെ ആയിരിക്കും. ഒരു നിയതമായ രീതിയിൽ ഒരു പ്രത്യേക സ്ഥാനത്തേക്ക്, ഒരു അധികാര പദവിയിലേക്ക് ഒക്കെ ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ, ഒരാളെയോ ഒന്നിലധികം ആളുകളെയോ നമ്മളുടെ താല്പര്യപ്രകാരം നമ്മൾ അവരൊധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡിനാണ് എലക്ഷൻ എന്ന് പറയുക. നമ്മൾക്ക് ഏതാനും ആളുകളിൽ നിന്ന് താല്പര്യം തോന്നുന്ന ഒരാളെയോ ഒന്നിലധികം ആളുകളെയോ ഒരു പ്രത്യേക ഒരു പദവിയിലേക്ക് നമ്മൾക്ക് അവരൊധിക്കാം. അതിന് നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ് എലക്ഷൻ എന്ന് പറയുക. അതൊരു പ്രോസസ്സാണ്. ആളുകൾ ഞാൻ തയ്യാറാണെന്ന് പറയുന്നു, അവർ അതിനുള്ള ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നു, നമ്മൾ വരുന്നു, ആരും അറിയാതെ, ഒരുപക്ഷെ മിക്കവാറും രഹസ്യമായിട്ടാണ് ഇതുണ്ടാവുക. എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഒരാൾക്ക്, ഇതിന് വോട്ടിംഗ് എന്ന് പറയുക ഇലക്ഷന്, വോട്ട് കിട്ടിയ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നു, മറ്റുള്ളവർ തിരഞ്ഞെടുക്കപ്പെടാതിരിക്കുന്നു. ഇതാണ് ഇലക്ഷൻ. നമുക്കിതെല്ലാം അറിയുന്നതാണ്. വ്യത്യാസം സെലക്ഷൻ എന്നൊരു വാക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം എന്നുള്ളതാണ്. സെലക്ഷൻ വ്യക്തികളിൽ മാത്രം അധിഷ്ഠിതമല്ല. എലക്ഷൻ ഒരു പരിധി വരെ സെലക്ഷനാണ് മറ്റുള്ളവരിൽ നിന്ന്. എന്നാൽ സെലക്ഷനിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി വരും. നമ്മൾക്ക് വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യാം, സിനിമകൾ സെലക്ട് ചെയ്യാം, വ്യക്തികളല്ലാതുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് നമ്മളൊരു കോഴ്സ് പഠിക്കണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. പല കോഴ്സ് കഴിയുന്നൊരു കോഴ്സ് സെലക്ട് ചെയ്യാം. ഏത് സിനിമ കാണണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് കാറ് വാങ്ങണമെന്ന് സെലക്ട് ചെയ്യാം. ഈ സെലക്ഷനൊന്നും എലക്ഷനല്ല. അപ്പോൾ സെലക്ഷൻ നമ്മളുടെ വ്യക്തിപരമായ താല്പര്യം അനുസരിച്ച് ഒരു സെറ്റ് ഓഫ് സാധനങ്ങളിൽ നിന്ന് നമ്മൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന സംഗതിയാണ്. ആ സെലക്ഷൻ വസ്തുക്കളാവാം, ഒരു വ്യക്തികളാവാം. എലക്ഷനിൽ വസ്തുക്കളൊന്നുമില്ല, വ്യക്തികൾ മാത്രമേ ഉള്ളൂ. ആ വ്യക്തികളെ പദവികളിലേക്കാണ് നമ്മൾ എലക്ട് ചെയ്യുക. അതാണ് എലക്ഷനും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം. ഇംഗ്ലീഷ് ഭാഷയിലെ ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥവ്യത്യാസങ്ങൾ, ഒന്നെന്ന് തോന്നുന്ന പല വാക്കുകളുടെയും അർത്ഥങ്ങളുടെ വ്യത്യാസങ്ങൾ നമുക്ക് ഇനിയും കണ്ടുപിടിക്കാം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇതുപോലത്തെ ധാരാളം വാക്കുകളുടെ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വാക്കുകൾ കാണാൻ ശ്രമിക്കുക, അർത്ഥം വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാഷ ശുദ്ധമാകും. കഴിയുമെങ്കിൽ ഇത് ചങ്ങാതിമാർക്ക് പകർന്നു കൊടുക്കുക. ഇതുപോലുള്ള വാക്കുകളുടെ ഇനിയും അർത്ഥങ്ങളുമായിട്ട് ഞങ്ങൾക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.